വീണ വിജയന്റെ എക്സലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് 5 ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കർണാടക ഹൈക്കോടതി ഉത്തരവിൽ ഉയർന്ന ചോദ്യങ്ങളാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. വി.ഡി. സതീശൻ പിണറായി വിജയനോട് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. വീണ വിജയന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ഏജൻസികൾ നേരത്തെ അന്വേഷണം നടത്തിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഏതൊക്കെ ഏജൻസികളാണ് കേസ് അന്വേഷിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നു. അന്ന് മുഖ്യമന്ത്രി മൗനം പാലിച്ചു. SFIO അന്വേഷണം തുടരണമെന്ന കർണാടക ഹൈക്കോടതി വിധിയിൽ CMRL-ഉം വീണ വിജയനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് 2021 ജനുവരി 29-ന് ED നൽകിയ വിവരത്തെ തുടർന്നാണ് ROC നോട്ടീസ് അയച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് 3 വർഷം ED അന്വേഷണം മൂടിവെച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഒരു സേവനവും നൽകാനാകാതെയാണ് എക്സലോജിക്കൽ പണം വാങ്ങിയിരിക്കുന്നത്. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പോൾ മകളുടെ വാദം കേൾക്കാൻ തയ്യാറായില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. മാസപ്പടി വിഷയത്തിൽ ഏതൊക്കെ ഏജൻസികളാണ് അന്വേഷണം നടത്തിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി ഇനിയെങ്കിലും വെളിപ്പെടുത്തണം. CMRL പുറമെ വീണയുടെ എക്സലോജിക്കലും അക്കൗണ്ടിലേക്ക് ചാരിറ്റി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും മാസാമാസം പണം ലഭിച്ചിട്ടുണ്ടെന്നും ROC കണ്ടെത്തിയിട്ടുണ്ട്. മകൾക്ക് പണം നൽകിയ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്താൻ മടിയിൽ കനമില്ലാത്ത മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? വീണയ്ക്കും കമ്പനിക്കും മാസപ്പടി നൽകിയ സ്ഥാപനങ്ങൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. കരിമൺ കമ്പനി ഉടമയുടെ ഭാര്യയുടെ സ്ഥാപനമായ എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നും എക്സലോജിക് സ്വീകരിച്ച വായ്പ സംബന്ധിച്ച കണക്കുകൾ വ്യക്തതയില്ലെന്നും ROC വെളിപ്പെടുത്തിയിട്ടുണ്ട്. എംപവർ ബാങ്ക് മുഖേന നൽകിയ വായ്പ മുഴുവനായി വീണയുടെ കമ്പനി അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്നും സതീശൻ പറഞ്ഞു.